അപ്പോൾ ചാലക്കുടി മണ്ഡലത്തിലേക്ക് എത്തിയിരിക്കുന്നു. അതെ, ചാലക്കുടി മണ്ഡലത്തിലെ ആദ്യത്തെ നമ്മുടെ സ്റ്റോപ്പ് മണിച്ചേട്ടന്റെ ഓട്ടോ സ്റ്റാൻഡാണ്. അങ്ങോട്ട് പോകാം അല്ലേ? കാരണം ചാലക്കുടി എത്തുമ്പോൾ മണിച്ചേട്ടന്റെ ഓർമ്മകളാണല്ലോ. അതെ അതെ. അപ്പോൾ മണിച്ചേട്ടന്റെ ഓട്ടോ സ്റ്റാൻഡിൽ ഒരു വിശേഷവും ഇവിടെ പൂർണ്ണമാവുകയും ചെയ്യില്ല. ഈ ഓട്ടോ സ്റ്റാൻഡ് ഒരു പ്രത്യേകതയുണ്ട്. അതായത് പാർക്ക് ചെയ്യുന്ന ഓട്ടോകളൊക്കെ ഈ പാലത്തിനടിയിൽ ഇങ്ങനെ കിടക്കും. റണ്ണിങ്ങിന് ഓട്ടം പോകേണ്ട ഓട്ടോകൾ ഇത് തൊട്ടപ്പുറേ റോഡരികിലാണ് കിടക്കുക. ബ്ലോക്ക് ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. ചേട്ടാ, ഞങ്ങളൊരു ഇലക്ഷൻ പരിപാടിയായിട്ട് വന്നതാ. ആയിക്കോട്ടെ. എന്താണ് ചാലക്കുടിയുടെ ഒരു ട്രെൻഡ്? എന്താണ് ചാലക്കുടി ട്രെൻഡ്? ഇലക്ഷൻ്റെ ചൂടൊക്കെ ആയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഞങ്ങളൊക്കെ മാഷിനൊപ്പമാണ്. അപ്പോൾ മാഷിനെ ജയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പൊക്കെ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ. ഞങ്ങൾക്ക് ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ മന്ത്രിസഭയിൽ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു. പിന്നെ ലളിതമായിട്ടുള്ള ജീവിതം കൊണ്ട് നടക്കുന്ന ഒരാളാണ്. പിന്നെ എല്ലാം കൊണ്ടും മാഷിനെ ഞങ്ങളുടെ തൊട്ട് അയൽക്കാണ് മാഷ്. അപ്പോൾ എല്ലാം കൊണ്ടും എല്ലാവർക്കും സുപരിചിതനാണ് മാഷ്. ആള് ജയിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾക്ക് ആഗ്രഹം. ഞങ്ങൾ ഈ സ്റ്റാൻഡ് അപ്പുറത്തായിരുന്നു ഞങ്ങളുടെ സ്റ്റാൻഡ്. ഇത് പിന്നെ ഞങ്ങൾ അങ്ങോട്ട് ഈ പാലത്തിൻ്റെ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പാർക്കിംഗ് ഇങ്ങോട്ട് വന്നതോടുകൂടി ഞങ്ങൾ തന്നെ ഇത് സ്റ്റാൻഡ് ഇങ്ങനെ ആക്കിയെടുത്തു. നല്ല സൗകര്യമുണ്ടല്ലേ? സൗകര്യമൊക്കെ ആയിട്ടുള്ള സ്റ്റാൻഡ് ആക്കിയെടുത്തു. പിന്നെ ഞങ്ങൾ അപ്പോൾ എല്ലാവരും തീരുമാനിച്ചു മണിച്ചണ്ട എന്നാണ് നമ്മുടെ മണിച്ചണ്ട തന്നെ പേര്, മണിച്ചണ്ട ഓട്ടോ സ്റ്റാൻഡ് ഞങ്ങൾ ഇട്ടു. നല്ല സൗകര്യമുള്ള സ്റ്റാൻഡാണ്. ഏറ്റവും കൂടുതൽ വണ്ടി ചാലക്കുള്ള സ്റ്റാൻഡാണ് ഞങ്ങളുടെ സ്റ്റാൻഡ്. മണിയുടെ വിയോഗം ഭയങ്കര നഷ്ടമാണ്. വലിയ ഓർമ്മയാണ്. ഞങ്ങൾ എല്ലാ കൊല്ലം മണിയുടെ പരിപാടിക്ക് ഇപ്പോൾ ഒരു 6-7 കൊല്ലമായിട്ട് മണിയുടെ മരണത്തിൻ്റെ ആ ദിവസത്തിൻ്റെ അന്ന് ഞങ്ങൾ അന്നദാനം കൊടുക്കുന്നുണ്ട് സ്റ്റാൻഡിൽ. എന്താ മാറിയിരിക്കുന്നത്? എന്താണ് ഇവിടുത്തെ ഒരു ഇലക്ഷൻ ഇടതിന്റെ സ്ഥാനാർത്ഥിനെ ജയിക്കാൻ സാധ്യത? അങ്ങനെ ഒരു സാധ്യത? അയാൾ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. മാഷ് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പം 5 കൊല്ലം അയാൾ കൊടകര നിവാസിയാണ്. പക്ഷേ ഇത് മണ്ഡലത്തിനും ആ മണ്ഡലത്തിനു വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ജനപ്രിയൻ. നിലവിലെ എം പിയുടെ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയാണ് ഈ മണ്ഡലത്തിൽ? ബെന്നി ബെഹനാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചാലക്കുടിക്ക് തിരിഞ്ഞു നോക്കിയില്ല. അതുള്ള കാര്യം പറയാം. ഞങ്ങൾ ചാലക്കുടിക്കാരൊക്കെ ഉള്ള ചാലക്കുടിക്ക് ആളെ വല്ലപ്പോഴും ഈ വിരുന്നുകാർ വരണമാതിരി വന്ന് പോണ പരിപാടിയുള്ളൂ. അല്ലാണ്ട് ചാലക്കുടിക്കായിട്ട് ആളൊന്നും ചെയ്തില്ല. അങ്ങോട്ടുള്ള അങ്കമാലി ആ ഭാഗങ്ങളൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. ചാലക്കുടിക്കായിട്ട് അവരൊന്നും ചെയ്തിട്ടില്ല. പൊതുവെ കോൺഗ്രസിന് സ്വാധീനമുള്ള പ്രദേശങ്ങൾ ഏറെയുള്ളൊരു മണ്ഡലമാണല്ലോ. കോൺഗ്രസിന് അതൊക്കെ ഇപ്പം ആദ്യ കാലത്ത് മുൻകാലങ്ങളിൽ. ഇപ്പം കോൺഗ്രസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഉന്നതനായ ഒരു നേതാവ് എന്ന് പറയാൻ ആരുള്ളത് കോൺഗ്രസിന്? എല്ലാവരും BJPക്ക് കയറിപ്പോണ്, ഇടതിലേക്ക് കയറിപ്പോണ്. കോൺഗ്രസിന് ഒരു നിലനിൽപ്പില്ല. ഒരു ശക്തിയായ ഒരു നേതാവില്ല. പിന്നെ അങ്ങനെ കോൺഗ്രസ് നിലനിൽക്കണ. ചേട്ടൻ ഭയങ്കര ആലോചനയിലാണ്. എന്താണ് ചാലക്കുടിയിലെ കാര്യം എന്നാണോ? എന്താണ് ചാലക്കുടിയിലെ തെരഞ്ഞെടുപ്പ് കാര്യം എന്നാണോ? നല്ല ആലോചനയിലായിരുന്നു. പിന്നെ ഒരു കൂട്ടർ പറയുന്നത് കോൺഗ്രസ് ആണ്, ഒരു കൂട്ടർ പറഞ്ഞ ഇടത്താന്ന് പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു നിൽക്കുകയാണ്. ചേട്ടൻ്റെ ഒരു ചിന്തയിൽ എന്താ തോന്നുന്നത്? അതിപ്പം പറഞ്ഞോ. കോൺഗ്രസ് വരണമെന്നാണ് ആഗ്രഹം. കേട്ടില്ല. കോൺഗ്രസ് എന്തുകൊണ്ട് അങ്ങനെ ഒരു ആഗ്രഹം തോന്നുന്നത്? കേന്ദ്രം ഒരു നല്ല ഭരണമാണ് കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലത്ത്. റെയിൽവേയുടെ നല്ല വികസനമുണ്ട്, പാവങ്ങൾക്ക് വേണ്ടി സഹായം ചെയ്തു, എല്ലാ കാര്യവും. പക്ഷേ കോൺഗ്രസ് നേതാക്കളൊക്കെ വലിയ തോതിൽ BJPയിലേക്ക് പോകുന്നുണ്ടല്ലോ. പല കാര്യങ്ങളിലും ഒരു കൃത്യമായ നിലപാടെടുക്കാൻ സാധിക്കുന്നില്ല. എന്തെങ്കിലും കള്ളത്തരം കാണും അവരുടെ. ചിലപ്പോൾ EDA പേടിച്ചാ പറയുന്നത്. പൊതുവെ EDA പേടിച്ച് ചോദിക്കട്ടെ, EDA പേടിച്ച് നമ്മുടെ കയ്യിൽ എന്തെങ്കിലും കനമുണ്ടെങ്കിലല്ലേ നമ്മൾ EDA പേടിച്ച് പോകേണ്ട കാര്യമില്ല. അപ്പൊ അതിന് ശരിയായ നടപടിയാണോ? അതല്ല. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ ഭരണത്തിലേക്ക് വന്ന രാജ്യത്തിന്റെ അവസ്ഥ ഇതിനേക്കാൾ കഷ്ടാവില്ല കേട്ടോ. ഇപ്പോഴും തന്നെ ഭരണം ഇതായി കിടക്കുന്ന കേന്ദ്രത്തിൽ പറഞ്ഞ ഇനിയിപ്പോ ഒരു മാറ്റം വേണം അല്ലേ? ഒരു മാറ്റം വേണം. അല്ലെങ്കിൽ പിന്നെ പുതിയതായിട്ട് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ വരണം. അതിനുള്ള സാഹചര്യം നിലവിൽ കാണുന്നില്ല. കുഴപ്പമില്ലാത്ത രീതിയിൽ പോണ. പിന്നെ കൂടുതൽ ആർക്കാണ് എന്തെന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഒരു മുൻതൂക്കം ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ ഈ സമയത്ത്? തോന്നുന്നത് രവീന്ദ്രനാഥനാണ് ഇപ്പൊ എല്ലാവരും പറയണത്. മാഷ് സ്വീകാരനാണോ ഇവിടെ പൊതുവെ? നമ്മളെ നിലവിലത്തെ എംപിനെ കുറിച്ച്, നമ്മുടെ ബെന്നി ബെഹനാൻ എംപിനെ കുറിച്ച് എന്താ പറയുക? ആർക്കും വലിയ താല്പര്യമില്ലാത്ത രീതിയിലാണ് കേൾക്കണത്. പ്രതീക്ഷ രവീന്ദ്രൻ മാഷക്കാണ് ചാൻസ് കാണണേ. കാരണം എന്ന് പറഞ്ഞാൽ വികസനത്തിന്റെ കാര്യങ്ങളല്ലേ. ബെന്നി ബെഹനാൻ അത്യാവശ്യം നല്ല അറിയപ്പെടുന്ന നേതാവല്ലേ ഇവിടുത്തെ? അറിയപ്പെടുന്ന നേതാവാണ് ആള്. അതിനു വേണ്ടി നമ്മുടെ മണ്ഡലത്തിലുള്ള പുരോഗതി ഉണ്ട്. പുരോഗതിയിൽ അവര് ചെയ്യണ്ടെന്ന് പറയണ്ടെങ്കിലും അതൊന്നും എടുത്തു പറയാൻ അവർക്ക് ഒന്നുമില്ല. ഇതാണ് പാടി, കലാഭവൻ മണിയുടെ പാടി. അതെ, മണിച്ചേട്ടൻ ഉണ്ടായിരുന്ന സമയത്ത് ഏറ്റവും സജീവമായ ഒരു പ്രദേശം കൂടിയായിരുന്നു. അതെ, ഇങ്ങോട്ടേക്ക് വരുമ്പോൾ മനസ്സിലൊരു ചിത്രം ഉണ്ടായിരുന്നു ഇങ്ങനെ പാടിയെക്കുറിച്ചുള്ള, നമ്മൾ കണ്ടതും കേട്ടതും ഒക്കെ. പക്ഷേ അതെല്ലാം പോയിരിക്കുന്നു. കാരണം മണിച്ചേട്ടൻ്റെ ഓർമ്മകളോടൊപ്പം
ഓർമ്മകൾ മാത്രമാണല്ലേ ബാക്കിയുള്ളത്? ഓർമ്മകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഒരു ഒരുപാട് വശത്ത് ആളുകൾ അതെ. എത്തുന്നുണ്ടെങ്കിൽ പോലും ആ പഴയൊരു പ്രസന്നതയൊന്നുമില്ല. ഇല്ലാതെ ഒരു വശത്ത് ചാലക്കുടി പുഴ അതിരിടുന്നു. വളരെ ഒരുപക്ഷെ പറഞ്ഞ നിശബ്ദമായി ഒഴുകുന്നുണ്ട്. നിശബ്ദമായി ഒരിക്കലും ഇതിങ്ങനെ നിശബ്ദമായിരുന്നില്ല. നാടൻപാട്ടിന്റെ താളത്തിൽ ഇങ്ങനെ സത്യം, എപ്പോഴും ഒഴുകിയിരുന്ന ഒരു പുഴയായിരുന്നു. ഓരോ ആ ഒരു നിമിഷവും സൈലൻസ് നമുക്ക് ഇവിടെ അറിയാനുണ്ടല്ലോ. തീർച്ചയായും പുള്ളിയുടെ ഉണ്ടായിരുന്ന അവരുടെ സമയത്തൊക്കെ സാന്നിധ്യം ഓരോ നിമിഷവും ഇവിടെ ആളുകളാൽ സജീവമായിരുന്നു. കലാപരിപാടികൾ, വർത്തമാനങ്ങൾ, മിമിക്രികൾ, പൊട്ടിച്ചിരികളൊക്കെ നിറഞ്ഞു നിന്നൊരു പ്രദേശമാണ്. ഇത് സത്യം പറഞ്ഞാൽ ഇവിടെ വരുമ്പോൾ ഏറെ ശ്രദ്ധയാണ്. സങ്കടം തോന്നുന്നു. ഈ നാട്ടിൽ മുഴുവൻ കലാഭവൻ മണിയുടെ ഒരു ഓർമ്മകൾ ഇപ്പോഴും ബാക്കി നിൽക്കുന്നുണ്ട്. അതെ അതെ. നമ്മൾ ചാലക്കുടിയിലൂടെ പോകുമ്പോൾ മാത്രമല്ല തെരഞ്ഞെടുപ്പ് കാര്യങ്ങൾ പറഞ്ഞു പോകുമ്പോൾ തീർച്ചയായിട്ടും. കലാപം ഇല്ലാത്ത ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗം എന്നതൊക്കെ ഈ ഒരു പ്രദേശത്ത് അല്ലെങ്കിൽ കേരളത്തിൽ ആകെ പ്രചാരണ രംഗത്ത് സജീവമായിരുന്നു. ഇടതുപക്ഷത്തിന് വേണ്ടി എല്ലായിടത്തും എന്നും വോട്ട് ചോദിച്ചെത്തുന്ന അതെ, കൃത്യമായ പാട്ടൊക്കെ പാടി രാഷ്ട്രീയം, വോട്ട് ചോദിച്ചെത്തുന്ന വളരെ രാഷ്ട്രീയം ശക്തമായ പറഞ്ഞിരുന്ന രാഷ്ട്രീയം പറഞ്ഞിരുന്ന ആ സിനിമാ രംഗത്തുള്ള അപൂർവം ചില ആളുകളിൽ ഒരാൾ കൂടിയായിരുന്നു കലാഭവൻ മണി. ആ സാന്നിധ്യം ഈ തെരഞ്ഞെടുപ്പ് രംഗത്തും ഉണ്ട്. ഇവിടെ നിന്നായിരുന്നു അവസാന യാത്ര പോയത്. അതെ അതെ. അതാണ് പാടി എന്ന് പറയുന്ന പ്രദേശം അല്ലേ? ഒരു സങ്കടത്തിന്റെ ബാക്കി പത്രമാണ്. അതെ, ഒരു ചരിത്രത്തിൻ്റെയും ബാക്കി പത്രമാണ്. കാരണം സിനിമാ രംഗത്ത് പൊരുതി തൻ്റെതായ ഇടം കണ്ടെത്തി അങ്ങനെയൊക്കെ വളർന്നു വന്ന ഒരു കലാകാരൻ അവശേഷിപ്പിച്ച് പോയത് ഈ കാണുന്നത് മാത്രമാണ് എന്നുള്ളതാണ്. ഇങ്ങോട്ടേക്ക് ഇന്നും എത്രയോ മനുഷ്യർ വരുന്നുണ്ടെന്നറിയോ? അതെ അതെ. ഇവിടെ എല്ലാവരും നമ്മൾ നേരത്തെ സംസാരിച്ചവരൊക്കെ പറഞ്ഞില്ലേ, നൂറുകണക്കിന് ആളുകൾ പലപ്പോഴായി വന്നു പോകുന്നു. ഈ ചാലക്കുടി ഹൈവേ വഴി കടന്നു പോകുന്ന ആളുകൾ പോലും അന്വേഷിച്ച് ഇങ്ങോട്ട് എത്തുന്നുണ്ട്, മറ്റാവശ്യങ്ങൾക്ക് പോകുന്നവർ പോലും എന്നാണ് അവരൊക്കെ പറയുന്നത്. നമുക്ക് മനുഷ്യരുടെ ഓർമ്മകൾ ബാക്കി നിൽക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട സ്ഥലം കൂടിയുണ്ട് ഇവിടെ. അദ്ദേഹത്തിന്റെ പേരിൽ ഒരു സ്മാരകമുണ്ട്. അതെ. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ കലാഭവൻ മണിയുടെ സ്മാരകം, ഓർമ്മ മന്ദിരം ഉണ്ടെന്ന്. അവിടെയാണ് നമ്മൾ നിൽക്കുന്നത്. അദ്ദേഹത്തിന്റെ ഒരു പൂർണ്ണകായ പ്രതിമയൊക്കെ ഉണ്ട്. ചിരിയാണല്ലേ? അതെ, സത്യം എത്ര നിഷ്കളങ്കമായിരുന്നല്ലേ. ഇന്ന് ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ എത്രയോ സിനിമകളിൽ നമ്മളെ എപ്പോഴും സന്തോഷിപ്പിക്കുന്ന ഒരു മനുഷ്യൻ കൂടിയായിരുന്നു. അതെ. ഇവിടെ നിൽക്കുമ്പോൾ ഇങ്ങനെ ഓർമ്മകൾ, ചാലക്കുടിയുടെ എവിടെ വന്നാലും കലാഭവൻ മണിയെക്കുറിച്ചുള്ള ഓർമ്മകൾ ഇല്ലാതെ പോകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ എത്തിയപ്പോൾ ഞങ്ങൾ ഒരിക്കൽ കൂടി ഇങ്ങോട്ടേക്ക് വന്നത്. അദ്ദേഹത്തിന്റെ മറ്റൊരു ഓർമ്മ അദ്ദേഹത്തിന്റെ ഓട്ടോ തൊട്ട് പുറകിലുണ്ട്. ഇവിടെ ഉണ്ട്. അദ്ദേഹത്തിന്റെ അന്ന് ഉപയോഗിച്ച ഒരു കാളവണ്ടി, വില്ലുവണ്ടി പോലത്തെ ഒരു സംവിധാനമുണ്ട്. അതൊക്കെ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നു. സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. നിരവധി ആളുകൾ വരുന്നത്. നമുക്ക് ആ ഓട്ടോ കൂടി ഒന്ന് പ്രേക്ഷകരിലേക്ക് വേണമെങ്കിൽ ആ ബെൻ 100 എന്ന പേരും ചാലക്കുടിക്കാരൻ ചങ്ങാതിയും അതൊക്കെ പ്രേക്ഷകർക്ക് സുപരിചിതമാണ്. എങ്കിൽ പോലും അത് ഇപ്പോഴും അതുപോലെ തന്നെ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. ആ കാഴ്ചകൾ കൂടി കാണിച്ചു കൊടുക്കാൻ പറ്റും. ഇതാണ് അദ്ദേഹത്തിന്റെ ചാലക്കുടിക്കാരൻ ചങ്ങാതി എന്ന് പറയുന്ന ഓട്ടോറിക്ഷ. ബെൻ 100, ബെൻ ജോൺസൺ എന്ന പറയുന്ന സിനിമ ഭയങ്കര ഹിറ്റായിരുന്നല്ലോ. അതെ അതെ. ആ സമയത്താണ് അതിന് ബെൻ 100 എന്ന് പേരിടുകയൊക്കെ ചെയ്തത്. അദ്ദേഹത്തെക്കുറിച്ചല്ലേ ഇതെല്ലാം ഓർമ്മകളാണ്. എത്തുകയാണ് ഇവിടെ നിൽക്കുമ്പോൾ. മാത്രമല്ല കേട്ടോ, അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ പ്രതിമകൾ ചുവരിൽ ചെയ്തിട്ടുണ്ട്. ഒരു വില്ലുവണ്ടി അത് സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. അങ്ങനെ കലാഭവൻ മണിയുടെ ഒരു ഓർമ്മ കൂടാരമാണ് ഈ നാട്. തീർച്ചയായും ഈ നാട് ആ ഓർമ്മകളിൽ നിൽക്കുന്ന നാട്. ആ നാടിൻ്റെ തെരഞ്ഞെടുപ്പ് ചിത്രങ്ങളിലേക്ക് നമുക്ക് പോകാം. തീർച്ചയായും. അപ്പോൾ യാത്ര തുടരാം. അവ തുടരാം. ചാലക്കുടിയിൽ യാത്ര തുടരുകയാണല്ലേ? പുഴയുടെ മുകളിലാണ്. ആലുവ പുഴയുടെ മുകളിലുള്ള പാലത്തിലൂടെ നടക്കുന്നു. ചാലക്കുടി മണ്ഡലത്തിന്റെ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് ഇങ്ങനെ എത്തുമ്പോൾ മനോഹരമായ കാഴ്ചകളാണല്ലേ? അതെ. ചാലക്കുടിയിൽ മാറ്റത്തിന്റെ കാറ്റുണ്ടോ എന്നാണ് ഈ വൈകുന്നേരത്തെ കാറ്റിലൂടെ നടന്നുകൊണ്ട് നമ്മൾ ചോദിക്കാൻ പോകുന്നത്. മാറ്റത്തിന്റെ കാറ്റുണ്ടോ അതോ മണ്ഡലം അതിന്റെ സ്വഭാവം നിലനിർത്തുമോ എന്ന് ചോദിക്കേണ്ടതുണ്ട്. കുറച്ച് ആളുകളുണ്ടല്ലോ. നമസ്കാരം. എന്താണ് ഇവിടുത്തെ ഇലക്ഷൻ ചൂടെങ്ങനെ? ഇലക്ഷൻ നല്ല ഉഷാറായിട്ട് പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യത്തെ പോലത്തെ ട്രെൻഡല്ല നിലനിൽക്കുന്നത്. ഒരു മാറ്റം വരുന്നതാണ്. ഒരു മാറ്റം അനിവാര്യമാണെന്നുള്ള ഒരു ഇതാണ് പൊതുവെ മണ്ഡലത്തിൽ നമ്മൾ കാണുന്നത്. എന്താണ് ബെന്നി ബെഹനാൻ നിങ്ങൾക്ക് അത്ര പിടിച്ചില്ലേ? മാറ്റം എന്ന് പറയുമ്പോൾ ബെന്നി ബെഹനാൻ തന്നെ പറയണമല്ലോ. കാരണം വെച്ചാൽ നമുക്ക് കഴിഞ്ഞ വർഷം നമ്മുടെ മണ്ഡലത്തിൽ ആളെ അങ്ങനെ സജീവമായിട്ട് കണ്ടിട്ടില്ല. ജയിച്ചതിന് ശേഷം പിന്നെ 2019 ഇവർ ജയിച്ചു പോകുമ്പോൾ നമ്മൾ ഇവിടുത്തെ ജനങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ പാർലമെൻറ്റിൽ ഇവർ ഇടപെടേണ്ട കാര്യങ്ങൾ.
ഇപ്പോൾ നമ്മുടെ സംസ്ഥാനം സാമ്പത്തികമായിട്ട് നമ്മുടെ കേന്ദ്രം പല ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയപ്പോഴും അതിനൊന്നും ഒരു കേരളത്തിന് വേണ്ടി സംസാരിച്ചില്ലെന്നാണ് സംസാരിച്ചിട്ടില്ല. അപ്പോൾ അതെല്ലാം നമ്മുടെ ജനങ്ങളുടെ ഇടയിൽ പൊതുമണ്ഡലത്തിൽ അതൊരു ചർച്ചാ വിഷയമാണ്. അപ്പോൾ അതുകൊണ്ടും പിന്നെ നമ്മുടെ കാൻഡിഡേറ്റ് പ്രൊഫസർ സി രവീന്ദ്രനാഥ് മാഷി ഒരു സ്ഥാനാർത്ഥിത്വം സ്വീകരിച്ച് അവർ നമ്മുടെ ഒരു മണ്ഡലത്തിൽ നിന്ന് ജയിച്ചു പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഒരു മണ്ഡലത്തിൽ എല്ലാ കാര്യങ്ങൾക്കകത്തും അദ്ദേഹം ഇടപെടേണ്ട ആവശ്യകത ഉള്ളതാണല്ലോ. അപ്പോൾ നമ്മൾ ആരും അതിനെക്കുറിച്ച് അദ്ദേഹത്തെ കണ്ടിട്ടില്ല. പിന്നെ ഇപ്പോൾ എടുത്തു പറയത്തക്ക രീതിയിൽ ഈ MP-മാർക്ക് കിട്ടുന്ന ഹൈമാസ് ലൈറ്റുകളും അവിടെ നിന്ന് അല്ലേ പൊതുവായിട്ട് അവരുടെ വികസനം എന്ന് ലൈറ്റാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അതൊന്ന് രണ്ടെണ്ണം അവിടെ ഹൈമാസ് ലൈറ്റിന്റെ ഒരു ഗതികേട് എല്ലാ മണ്ഡലങ്ങളിലും ഇപ്പൊ MP-മാരുടെ പ്രതിനിധി ഈ ഹൈമാസ് ലൈറ്റുകൾ എന്നുള്ളൊരു അവസ്ഥയായിട്ട് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്നത് അതാണ്. പക്ഷെ ഒരു MP എന്ന നിലയ്ക്ക് ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇതൊന്നുമല്ല. അതിനൊക്കെ ഉപരിയായിട്ട് നമ്മുടെ രാജ്യത്തെ ഇപ്പം രാജ്യം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾക്കകത്ത് നമ്മുടെ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു പ്രതിനിധി എന്ന നിലയിൽ അദ്ദേഹത്തിന് ഇടപെടാൻ സാധിക്കുമായിരുന്നു. പക്ഷെ ആ ഇടപെടലൊന്നും തന്നെ നമ്മൾ ഇതുവരെ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിലോ അദ്ദേഹത്തിന്റെ പാർലമെന്റിനകത്തുള്ള കാര്യങ്ങളോ നമ്മൾ കണ്ടിട്ടില്ല. മാഷിനെ എങ്ങനെയാണ് രവീന്ദ്രനാഥ് മാഷ്? തീർച്ചയായിട്ടും നല്ലൊരു മനുഷ്യനാണ്, ഒരു അധ്യാപകനാണ്, ഒരു ലാളിത്യ ജീവിതം നയിക്കുന്ന ആളാണ്. നമ്മുടെ മണ്ഡലത്തിൽ ഇപ്പോൾ പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങുമ്പോൾ എല്ലാം ആളുകൾക്കിടയിൽ നല്ലൊരു സ്വീകാര്യത ഉള്ള ആൾ. ചാലക്കുടിയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതൃത്വം കൊടുക്കുന്ന ഒരു സ്ഥാനാർത്ഥി ഇവിടെയുണ്ട്, രവീന്ദ്രനാഥ്. അദ്ദേഹം നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ രാജ്യം കണ്ട ഏറ്റവും മികച്ച ഒരു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായി പ്രശസ്തി നേടിയിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഈ മണ്ഡലത്തിനകത്ത് ചെയ്യാൻ കഴിയും. മുൻകാലങ്ങളിൽ ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഉണ്ടായിരുന്ന ഈ കോൺഗ്രസിൻ്റെ MP ബെന്നി ബെഹനാൻ അടക്കമുള്ളവർ ഇന്ന് വോട്ടഭ്യർത്ഥിച്ച് ജനങ്ങൾക്ക് മുന്നിലേക്ക് ചെല്ലുമ്പോൾ ജനങ്ങൾ ശക്തമായി അതിനെതിരെ പ്രതികരിക്കുന്നുണ്ട്. ഇവിടെ ഫെസ്റ്റിവലിൻ്റെ കൂടി സമയമാണ്, ആലുവ ഫെസ്റ്റിവലൊക്കെ നടക്കുന്ന സമയം കൂടി തിരക്ക് കാണുന്നുണ്ട്. കുറച്ചുകൂടി സമയമൊക്കെ കഴിഞ്ഞാൽ കുറച്ചുകൂടി ആളുകൾ പുഴക്കരയൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കും. നമസ്കാരം, ഒന്ന് ഇങ്ങോട്ട് വരാമോ? തൽക്കാലം മതിൽ ചാടാൻ പറ്റുന്നില്ല, തൽക്കാലം ഇവിടെ വെക്കാം. എങ്ങനെയാണ് ചാലക്കുടിയുടെ ഒരു തെരഞ്ഞെടുപ്പ് ചൂട്? ചാലക്കുടി അത്യാവശ്യം നല്ല തെരഞ്ഞെടുപ്പാണ്. എനിക്ക് പ്രിയപ്പെട്ട ബെന്നി ബെഹനാൻ കഴിഞ്ഞ തവണത്തെക്കാളും ഭൂരിപക്ഷത്തിൽ ഇത്തവണ വിജയിക്കാനുള്ള എല്ലാ സാധ്യതയും ഞങ്ങൾ കാണുന്നു. ബെന്നി ബെഹനാൻ റെപ്രസെന്റ് ചെയ്യുന്നത് കേവലം കോൺഗ്രസിനെ മാത്രമല്ല, അത് ഇന്ത്യ എന്ന് പറയുന്ന ഒരു വിശാല മുന്നണിയാണ്. അതിൽ CPM ഉൾപ്പെടുന്നുണ്ട്. ഈ ഫാസിസ്റ്റ് നയങ്ങൾക്കെതിരെ നിൽക്കുന്ന ഇന്ത്യയിലെ ഏകദേശം എല്ലാ പാർട്ടികളും അതിൽ ഉൾപ്പെടുന്നുണ്ട്. ഇപ്പം ഇവിടെ നിന്ന് ഇന്ത്യ മുന്നണി ഭരണത്തിൽ വന്നാൽ അതിൽ CPM ഉൾപ്പെടും. ഇവരെല്ലാവരും കൂടി ഒന്നിച്ച് ഈ CA വിഷയത്തിൽ ഇപ്പോൾ കോൺഗ്രസ് അനുകൂലിച്ചാൽ CPM സമ്മതിക്കും? ഇല്ല. CPM സമ്മതിച്ചാൽ കോൺഗ്രസ് സമ്മതിക്കോ? ഇല്ല. എല്ലാവരും പേഴ്സണലി പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഈ CA വിഷയത്തിനെതിരാണ്. എന്തായാലും കേരളത്തിൽ നിന്ന് ജയിച്ചു പോകുന്ന ഉറപ്പാണ്. ഇപ്പം BJP നടത്തുന്നതാണ് മൊത്തം ആൾക്കാർ വർഗീയ സെറ്റപ്പ് ഉണ്ടായി കാവ്യവൽക്കരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഇവരെ പോയെന്ന് വെച്ചാൽ ഞങ്ങൾക്കൊരു വിഷയമൊന്നുമില്ല. കാരണം ഈ ആന്റണിയുടെ മോൻ മുഖ്യമന്ത്രിയുടെ മോൻ ഏക്കാനയുടെ മോൻ പോയിന്ന് വെച്ചിട്ട് കോൺഗ്രസ് ഒന്നും സംഭവിക്കാൻ പോണില്ല. കാരണം അവരെ കൊണ്ട് രണ്ടാളുണ്ടാക്കാൻ പറ്റിയിട്ടില്ല. പത്മജ പോയി നിങ്ങൾ വലിയ വർത്താനം പറഞ്ഞു, BJP-ക്കാർ പത്മജ വന്നു, ഇപ്പം മല പറിക്കും, ഇപ്പം കേരളത്തിൽ മൊത്തം പറിക്കും എന്ന് പറഞ്ഞു. ഒന്നും സംഭവിക്കില്ല, ഒരു ഗുണമുണ്ടല്ലോ. ഇവിടെ വെച്ചിട്ട് 10 ആളെ കൂട്ടാൻ പറ്റാത്ത ഒരു നേതാവാണ് പത്മജ. ഇത്ര നാളായിട്ട് 3 ഇലക്ഷനും മത്സരിച്ചിട്ടുണ്ട്, എന്നിട്ട് ഒരാളെയും കൂട്ടാൻ പറ്റിയിട്ടില്ല. പിന്നെ അവരവിടെ പോയിട്ട് എന്ത് കാണിക്കാൻ? അവിടെ പോയിട്ട് വെറുതെ വേസ്റ്റ് ആണെന്നുള്ളൂ. ഈ ഇലക്ഷനോടനുബന്ധിച്ചപ്പോൾ ചാലക്കുടിയിൽ ബെന്നി ബെഹനാൻ നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കും എന്നുള്ളത് മുമ്പിൽ തന്നെ ഉള്ള കാര്യം തന്നെയാണ്. പിന്നെ അതേപോലെ തന്നെ BJP-യുടെ ആളുകളും അതേപോലെ തന്നെ NDA സഖ്യം പറയുന്നത് എന്താ വെച്ചാൽ അവർ 10 വർഷത്തെ വികസനങ്ങൾ മുൻനിർത്തി കാണിച്ചുകൊണ്ടാണ് അവർ ഈ ഇലക്ഷനെ നേരിടുന്നതെന്ന് പറയുന്നത്. ഈ 10 വർഷ കാലത്തിൽ അവർ ചെയ്തേക്കുന്ന കാര്യങ്ങൾ പണ്ട് നമ്മുടെ ഇന്ദിരാഗാന്ധിയും അതേപോലെ തന്നെ രാജീവ് ഗാന്ധിയും എല്ലാം പേരിട്ട് നടത്തിയിരുന്ന ഓരോരോ കാര്യങ്ങൾ, അതായത് പേര് മാറ്റി അവരുടേതായിട്ടുള്ള രീതിയിൽ പേര് മാറ്റി അവരുടെ ലെവലിൽ അടിച്ചെടുക്കുകയാണ്. ഇതിനെല്ലാത്തിനും തിരിച്ചടി കിട്ടുന്ന രീതിയിൽ ഈ വരുന്ന ഇലക്ഷൻ മാറ്റം ഉണ്ടാവും. അവരുടെ വ്യക്തമായ രാഷ്ട്രീയവും അനുകൂലമായ എന്ത് രാഷ്ട്രീയ സാഹചര്യമുണ്ട് എന്നതുമാണ് അവർ പറയുന്നത്. തീർച്ചയായും.
ചാലക്കുടിയുടെ ഒരു സന്ധ്യയിലാണല്ലേ? ചാലക്കുടിയുടെ ഒരു ചാലക്കുടി മണ്ഡലത്തിൽ നമ്മുടെ ഒരു സമാപനം എന്ന് വേണമെങ്കിൽ ഏകദേശം യാത്ര അവസാനിക്കാനായി ചാലക്കുടി പുത്തൻകുരിശ് വളരെ പ്രധാനപ്പെട്ട സ്ഥലമാണ്. ഒരുപാട് ചരിത്ര പ്രാധാന്യമൊക്കെ ഉള്ള ഒരു സ്ഥലം കൂടിയാണ്. പുത്തൻകുരിശ് പള്ളി ഒക്കെ വളരെ ഫേമസ് ആണ്. ഇത് തൊട്ടപ്പുറമാണ് കടമറ്റമൊക്കെ ചേർന്ന് നിൽക്കുന്ന കോലഞ്ചേരിയൊക്കെ. പുത്തൻകുരിശിലെ ചില ആളുകളുടെ അവരിലൂടെ എന്താണ് മണ്ഡലത്തിലെ വിശേഷങ്ങൾ എന്നാണ് നമ്മൾ അറിയാൻ പോകുന്നത്. സ്ഥലത്തിനൊരു പ്രത്യേകത, അതൊരു ലൈബ്രറിയാണല്ലേ, പബ്ലിക് ലൈബ്രറിയാണ്. കുറിഞ്ഞി എന്ന് പറയുന്ന പ്രദേശമാണ് പുത്തൻകുരിശിന്റെ കുറച്ചുകൂടി ഒരു ഉൾഭാഗമാണ്. ഇവിടുത്തെ ഒരു ലൈബ്രറിയിലേക്ക് ഇതാ വൈകുന്നേരങ്ങളിൽ ഇവിടെ ആളുകളൊക്കെ വർത്തമാനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ പത്രം വായനയൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പം ഇവരോട് നേരിട്ട് അവരിലേക്ക് തന്നെ ചോദിച്ചത്. ചേട്ടാ നമസ്കാരം. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചാലക്കുടി മണ്ഡലത്തിലെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് അറിയാമെന്ന് കരുതി വന്ന എന്താണ് ഇവിടുത്തെ ഒരു അവസ്ഥ ഇപ്പോൾ നിലവിൽ? ഇവിടുത്തെ സാഹചര്യത്തിൽ ഇപ്പോൾ മാഷ് ജയിക്കാവുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ പൊതുവിലുള്ള ചിത്രം. കഴിഞ്ഞ തവണത്തേക്കാൾ വളരെ അനുകൂലമായ ഒരു സാഹചര്യം ഈ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടം മുതൽ, തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച ആ ഘട്ടം മുതൽ നല്ല ഒരു അഭിപ്രായം പൊതുവിൽ ഉയർന്നു വന്നിട്ടുണ്ട്. നല്ല മത്സരമൊന്നുമല്ല. ഇത്തവണ സാറ് ജയിക്കുന്നതാണ് എല്ലാവരും പറയുന്നത്. ചായ കുടിക്കാൻ വരുന്ന അധികം ആൾക്കാരും പറയുന്ന നല്ല അഭിപ്രായമാണ്. സാറിന് നല്ല ഭൂരിപക്ഷം കിട്ടുമെന്നാണ്. ബെന്നി കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പിൽ ജയിച്ചിട്ട് പോയിട്ട് പിന്നെ ബെന്നീനെ കണ്ടിട്ടില്ല ഇതുവരെ. ഇലക്ഷൻ പ്രഖ്യാപിച്ചിട്ട് പോലും വന്നിട്ടില്ല ആള്. ഈ കേന്ദ്ര സർക്കാരിനെ കുറിച്ചൊക്കെ എന്താ അഭിപ്രായം? കേന്ദ്ര സർക്കാരിനെ പറ്റി പറയാതിരിക്കുന്ന ഭേദം. അവർ ഒന്ന് പറയും ഒന്ന് പ്രവർത്തിക്കും. വാക്ക് പറയുന്നല്ല പ്രവർത്തിക്കുന്നത്. അവര് ഡീസലിന് പെട്രോളിന് വില പരിശീലിരുന്നപ്പോൾ അവര് കാളവണ്ടിയിൽ സമരം നടത്തിയവരല്ലേ. അവരിപ്പോ എന്താ നടത്താത്ത? അതുകൊണ്ട് അവര് പറയുന്നു ഒന്ന് പ്രവർത്തിക്കുന്നു. അവരെ ഒട്ടും വിശ്വസിക്കാൻ പാടില്ല. ചേട്ടാ പത്രം മടക്കിട്ടോ തന്നെ വിളിച്ചു. എന്താണ് അഭിപ്രായം? ഞാൻ തമാശക്ക് പറഞ്ഞത്. ഇത്തവണ മാഷക്ക് തന്നെയാണ് ചാൻസ് കൂടുതലാണ്. കഴിഞ്ഞ തവണ ഇന്നസെന്റിന് ജയിച്ചപ്പോൾ കിട്ടിയതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം കിട്ടും എന്നുള്ള പ്രതീക്ഷ ഉള്ളത്. ചേട്ടാ ചേട്ടൻ കാര്യമായിട്ട് കുറെ പറയേണ്ടത് ആവേശത്തോടെ നിൽക്കുകയാണ്. മാഷ് ജയിക്കും. നല്ല മാഷയുടെ വ്യക്തിത്വ പ്രഭാവം കൊണ്ട് തന്നെ നല്ലൊരു വോട്ട് മാഷിന് കിട്ടും. പിന്നെ കഴിഞ്ഞ വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്ന കാലത്ത് ഒരുപാട് വികസനങ്ങൾ വിദ്യാഭ്യാസ രംഗത്ത് മാഷ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ജനങ്ങളുടെ ഇടയ്ക്ക് ജനങ്ങൾ തന്നെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ഇതെല്ലാം മാഷിന് അനുകൂലമായ ഘടകമാണ്. പിന്നെ ഗവൺമെൻറ്റിൻ്റെ 7 വർഷത്തെ പ്രവർത്തനമാണെങ്കിലും ശ്ലാഘനീയമായ പ്രവർത്തനമാണ്. പിന്നെ ഈ സതീശനെയാണ് സഹിക്കാൻ പറ്റുന്നില്ല. പ്രതിപക്ഷ നേതാവാണ്. പക്ഷേ ആ തസ്തിക തന്നെ വേണ്ടെന്നുള്ള അഭിപ്രായക്കാരനാണ്. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചോ? കാരണം ഇയാൾ ഈ 3 കോടി രൂപ ഒരു വർഷം സർക്കാരിൻ്റെ ഖജനാവിൽ നിന്ന് മേടിക്കുന്നുണ്ട്. എന്നിട്ട് ഇയാൾ കുറ്റം പറയാനല്ലാതെ എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം ഇയാൾ പറയുന്നില്ലല്ലോ. പിന്നെ എങ്ങനെ എന്തിനാ ഒരു പ്രതിപക്ഷ നേതാവ് എല്ലാം ഒടുക്കി വയ്ക്കുകയാണ്. കോൺഗ്രസ്സുകാരുടെ ഭാഗത്ത് ഞാൻ ഒരു പ്രവർത്തനം കാണുന്നില്ല. അതെന്ത് പറ്റി? ബെന്നിയെ കാണാനില്ല, പ്രവർത്തകരെ കാണുന്നില്ല, സ്ഥാനാർത്ഥി കണ്ടിട്ടില്ല ഇതുവരെ. ഈ 5 വർഷമായിട്ട് കാണാനില്ല. ഇല്ല. രവീന്ദ്രൻ മാഷ് ജയിക്കും. സാറിൻ്റെ 5 വർഷത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്നു എൻ്റെ പ്രവർത്തന മികവ്. അപ്പോൾ LDF സർക്കാരിൻ്റെ കേന്ദ്ര ഇതുപോലെ ശ്വാസം മുട്ടിച്ചിട്ടും ഇപ്പോൾ ഈ 2 മാസത്തെ പെൻഷൻ ഇപ്പോൾ ഈ 4 കൊടുക്കാൻ പോവാണ്. കേന്ദ്ര സർക്കാരിൻ്റെ വിധം കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ സർക്കാരിൻ്റെ മികവ് എന്തായാലും മറ്റേ ഇന്നസെന്റിന് കിട്ടിയൊക്കെ കൂടുതൽ ഭൂരിപക്ഷം ജയിക്കും. ഇവിടുത്തെ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ രവീന്ദ്രൻ മാഷാണ്. മാഷെ അറിയാത്ത ആൾക്കാരുമില്ല. വിദ്യാഭ്യാസ മേഖല ഇത്ര ഹൈടെക് ആക്കി കൊണ്ടിരിക്കുന്ന വ്യക്തിയായിരുന്നു. പിന്നെ ബെന്നി ബെഹനാൻ മിടുക്കനൊക്കെയാണ്. പക്ഷേ ഈ മണ്ഡലത്തിലേക്ക് വരില്ല. 5 കൊല്ലമായിട്ട് അദ്ദേഹത്തെ കാണുന്നില്ല. അദ്ദേഹം UDF കൺവീനറായിരുന്നു. പല മേഖല കോൺഗ്രസ് സമ്പന്ന നേതാവാണ്. പക്ഷേ വരുന്നില്ല. മാഷ് ജയിക്കുമെന്നാണ് വിശ്വാസം. നമ്മുടെ മുൻ MP ആയിട്ടുള്ള ബെന്നി ബെഹനാൻ വാർഡിലേക്ക് വരാറോ വാർഡിൽ യാതൊരു വികസനങ്ങളൊന്നും ചെയ്തിട്ടില്ല. അതാണ് നമ്മുടെ കാഴ്ചപ്പാട്. ഇനി ഒരാൾ കുറച്ച് ദൂരത്താണ് സാറല്ല എന്താ മാറി നിൽക്കുന്നേ? ജോലിയുടെ ചാലക്കുടി മണ്ഡലത്തിൽ ഇപ്പോൾ നമുക്ക് നമ്മുടെ മാഷ് തന്നെ വരണമെന്നാണ്. കാരണം ഇത്രയും നാളുകൂടി ഒരു MP ഉണ്ടായിട്ട് നമ്മൾ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ നമുക്കറിയാം മാഷ് ഇവിടെ മന്ത്രിയായിരുന്നപ്പോൾ തന്നെ വിദ്യാഭ്യാസ രംഗത്തൊക്കെ നമുക്ക് ഒത്തിരി മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇനിയും അതിനേക്കാളും ഉയർന്ന നിലയിൽ വന്നെങ്കിലും പിന്നെ നമുക്ക് കേന്ദ്രത്തിനാണെങ്കിലും നമ്മളുള്ള കേരളത്തിലുള്ള അവഗണനയൊക്കെ നമ്മൾ കണ്ടുവരുന്നത്. അപ്പോൾ അതിനൊക്കെ ചേർത്ത് നിൽക്കാൻ നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു MP അത്യാവശ്യമാണ് ഈ ഒരു കാലഘട്ടത്തിൽ. ഞാനൊന്നിവിടെ ഇരിക്കുന്നുണ്ട്.
എന്താണ് ചാലക്കുടിയിൽ ഒരു ഇലക്ഷൻ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പോകുന്നത്? എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഇവിടെ ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥി നല്ല ഭൂരിപക്ഷത്തോടെ ജയിക്കും. മാത്രമല്ല ഞാനൊരു റാൻഡം സർവേ നടത്താറുണ്ട്. മീൻസ് അക്കാണൊക്കെ ഇറങ്ങുമ്പോൾ ചില കടകളിലും ചില ആൾക്കാരുടെ ഇടയിൽ അഭിപ്രായങ്ങൾ ചോദിക്കും. ഇപ്പം നിലവിലുള്ള എം പിയെ പറ്റി വളരെ മോശമായ അഭിപ്രായം ഉള്ളത് കൊണ്ട് ഇത്തവണ സർവേ നടത്തി ആ സർവേ അഭിപ്രായമുള്ള ഈവൻ ടുഡേ ഞാൻ ചോദിച്ചു. അപ്പോൾ അവർ അവരുടെ അഭിപ്രായത്തിൽ ഈ പ്രാവശ്യം നമ്മുടെ രവീന്ദ്രനാഥ് വിജയിക്കും എന്നുള്ളത് തന്നെ. ഈ ചില ആളുകൾ തട്ടിക്കൂട്ടുന്ന സർവേ പോലെയല്ല. അല്ല അല്ല, ഇത് റാൻഡമാണ്. എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുണ്ട്. അത് ഈ തൊഴിലാളികളുടെ ഇടയിലും പോകും, കച്ചവടക്കാരുടെ ഇടയിലും പോകും. അല്ലെങ്കിൽ ആ സർവേ ആ സാമ്പിൾ കളക്ഷൻ പ്രോപ്പർ തന്നെയാണ്. എനിക്ക് സംശയമൊന്നുമില്ല. നമ്മുടെ പടി പോവോ? അപ്പോൾ ഏതായാലും അങ്ങനൊരു സർവേ നടത്തുന്ന ഒരാളെന്ന നിലയിൽ ഒരു എത്ര ശതമാനം ആളുകളുടെ പിന്തുണ നിലവിലെ എം പിക്കുണ്ട്? ഇപ്പോഴത്തെ ബെന്നി ബെഹനാൻ ഒരു 30% 40% ഇടയ്ക്ക് കിട്ടും. എന്താണ് ഈ പുറകിൽ പോകാനുള്ള കാരണം? ഇപ്പൊ സംസാരിക്കുന്ന ആളുകളുണ്ടല്ലോ, അവരൊക്കെ എന്താ പറയുന്നത്? എന്തുകൊണ്ട് മാഷ് ജയിക്കുമെന്നാ പറയുന്നത്? അത് ബെന്നി ബെഹനാൻ്റെ സാന്നിധ്യം പലയിടത്തും ഉണ്ടായിട്ടില്ല. ആൾക്കാരുടെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. സമീപിക്കാൻ പറ്റുന്ന വ്യക്തിയല്ല, പ്രയോജനങ്ങൾ കിട്ടിയിട്ടില്ല, ഫണ്ട് ഉപയോഗിച്ചിട്ടില്ല, അങ്ങനെ പലരും അവർ ഇതനുസരിച്ച് പറയും. സ്ഥാനാർത്ഥിയുടെ പര്യടനത്തിനൊക്കെ പോകുമ്പോൾ നമുക്ക് കാണാം വീടുകളിലെ ആൾക്കാർ ഇങ്ങനെ ഇറങ്ങി, കാരണന്മാരും അങ്ങനെയുള്ളവരൊക്കെ ഇറങ്ങി നിൽക്കുന്നുണ്ട്. അദ്ദേഹത്തെ ഒന്ന് കാണണം എന്നുള്ളൊരു ആഗ്രഹം ആളുകളുടെ മനസ്സിലുണ്ട്. അത് ഞാൻ വ്യക്തമായിട്ട് കണ്ടതാണ്. കാരണം ഞാനും ഇതിനകത്ത് കൂടെ പോകും. പക്ഷേ ജയിച്ചു വന്നാൽ വലിയ ഗുണമായിരിക്കും നമ്മുടെ ഇന്ത്യക്കും അതുപോലെ തന്നെ ചാലക്കുടിക്കും വലിയ പ്രയോജനപ്പെടുന്ന ഒരാൾ കൂടെ ഉണ്ട്. ചേട്ടൻ്റെ അഭിപ്രായം എന്തായിരിക്കും ചാലക്കുടിയിൽ ഇത്തവണ തെരഞ്ഞെടുപ്പ് ഫലം? എങ്ങനെയായിരിക്കും ഫലം വരുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? ഉറപ്പാണോ? നിലവിൽ എം പിയെ കുറിച്ച് എന്താ അഭിപ്രായം? പേനം വെച്ചിട്ടുണ്ടെങ്കിൽ ഷൈൻ ചെയ്ത് ഇരിപ്പുണ്ടല്ലോ, നമുക്കിവിടെ കാണാമല്ലോ. കേട്ടോ കൊണ്ടുവാ. എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പൊക്കെ? തെരഞ്ഞെടുപ്പ് ഉഷാറാണോ? പിന്നെ ഉഷാറാ. നമ്മുടെ ചാലക്കുടി മണ്ഡലത്തിൽ രവീന്ദ്രനാഥ് മാഷ് ജയിക്കും. അങ്ങനെയാണ് ചാലക്കുടി ചിന്തിക്കുന്നത് അല്ലേ? സ്കോഡ് കയറാൻ പോകുന്ന ആളാണോ? തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന ആളാണോ? മാഷ് ഇഷ്ടമാണോ? മാഷ് ജയിക്കോ? അപ്പൊ നമുക്ക് ചാലക്കുടിയിലെ വിശേഷങ്ങളും അവസാനിപ്പിച്ച് മടങ്ങേണ്ട സമയം. ഞങ്ങളുടെ യാത്ര ചാലക്കുടിയിൽ നിന്ന് അവസാനിക്കുകയാണ്. ഇനി അടുത്ത മണ്ഡലത്തിലോട്ട് പോകണം. അപ്പോൾ പോകല്ലേ? അപ്പൊ ശരി, അപ്പൊ കാണാം.